പിതാവും ഒന്നാണ്. അതെ, രണ്ടു ദൈവമില്ല, ഒരേ ഒരു ദൈവം, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്. പിതാവിന്റെയും പുത്രന്റെയും സ്നേഹം, മനുഷ്യനായ ക്രിസ്തുവിന്റെ സ്നേഹം, പിതാവിന്റെ ഹിതം മാത്രം പ്രവർത്തിച്ചുകൊണ്ട് പിതാവിനോട് ചേർന്ന് നിൽക്കുന്ന പുത്രനിൽ നിന്ന് ഉത്ഭവിക്കുന്ന ശക്തി ദൈവസ്നേഹമാകുന്ന പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവാണ് ഓരോ മനുഷ്യനെയും രൂപാന്തരപ്പെടുത്തുന്നത്. യേശുക്രിസ്തു മരിച്ചവരും ഉദ്ധാനം ചെയ്തതിനു ശേഷം മൂന്നാം ദിവസം ശിഷ്യഗണത്തോടൊപ്പം പോയിട്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് വ്യക്തമായി പറയുക. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ തിരുവചനം ഇങ്ങനെയാ പറയുന്നത്: പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വന്ന് നിറയുമ്പോൾ അവൻ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നിങ്ങളെ നയിക്കും. അതെ, സത്യത്തിന്റെ പൂർണ്ണത. നാം സത്യത്തെ തിരിച്ചറിയണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് വേണം, നമുക്ക് ലഭിക്കണം. ആർക്കെങ്കിലും സത്യത്തിന്റെ പൂർണ്ണത അറിയണമെങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി നാം ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ എന്ന്. വിശുദ്ധ ബൈബിളില് വിശുദ്ധ പൗലോസ് എന്ന് പറയുന്ന ഒരു ക്രിസ്തു ശിഷ്യനുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ റോമൻ സംസ്കാരത്തെക്കുറിച്ചും യവന സംസ്കാരത്തെക്കുറിച്ചും ഗ്രീക്ക് സംസ്കാരത്തെക്കുറിച്ചും യഹൂദ പാരമ്പര്യങ്ങളെ കുറിച്ചും വ്യക്തമായ അറിവുള്ള ആ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയായിരുന്നു, പണ്ഡിതനായിരുന്നു. ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം, ഉദ്ധാനത്തിന് ശേഷം ഏതാനും കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് വിശുദ്ധ പൗലോസ്, അത് ശൗൽ എന്ന വ്യക്തി, യേശുവിന്റെ പ്രത്യേക സ്പർശനത്തിലൂടെ രൂപാന്തരപ്പെടുകയും ക്രിസ്തു സാക്ഷിയായി മാറുകയും ചെയ്യുന്നത്. ആ പൗലോസ് ഇങ്ങനെ പറയുന്നത്: പരിശുദ്ധാത്മാവിനെ കൂടാതെ യേശു കർത്താവാണെന്ന് ആർക്കും പറയാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, നിത്യജീവന് വേണ്ടി നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഓർക്കണമേ, ദൈവമേ, അങ്ങാകുന്ന സത്യത്തെ തിരിച്ചറിയുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അയക്കണമേ എന്ന് പ്രാർത്ഥിച്ചോളൂ. ഭാരതത്തിലെ നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ ഇങ്ങനെ പ്രാർത്ഥിച്ചില്ലേ: അസതോമാ സത്ഗമയ, തമസോമാ ജ്യോതിർഗമയ, മൃത്യോമാ അമർത്തംഗമയ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരതത്തിലെ പൂർവികര് ദൈവിക ജ്ഞാനത്തിന് വേണ്ടി, നിത്യമായ ജീവിതത്തിന് വേണ്ടി, സത്യത്തിന്റെ പൂർണ്ണത അറിയാൻ വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിച്ചിരുന്നു. ഈ പ്രാർത്ഥന നമ്മുടെയും പ്രാർത്ഥനയായി മാറുന്നത് അതിശ്രേഷ്ഠമാണ് കേട്ടോ. അതിനൊരു വലിയ ലക്ഷ്യമുണ്ട്. മനുഷ്യനായവൻ ദൈവമായി മാറുന്ന, ദൈവത്തിന്റെ മകനായി മകളായി മാറുന്ന അവസ്ഥ. പ്രിയപ്പെട്ടവരെ, സന്ധ്യാവേളയില് എന്റെ വാക്കുകൾ നിർത്തുകയാണ്. നാം ഓരോരുത്തരും നിത്യജീവന് വേണ്ടി